أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെളിച്ചം പഠന പദ്ധതിയിൽ ഇന്ന് 29-ാം അധ്യായത്തിൻ്റെ 10-11 വചനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ, അവനെ ധിക്കരിക്കാൻ, അത് ആര് തന്നെ എത്ര നിർബന്ധിച്ചാലും അവരെ അനുസരിക്കരുത് എന്നായിരുന്നു തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറഞ്ഞത്. വിശ്വാസവും സൽക്കർമ്മങ്ങളുമായി ജീവിക്കുന്നവർക്ക് സച്ചരിതരായവരുടെ ശ്രേണിയിൽ അള്ളാഹു പ്രതിഫലമൊരുക്കുകയും ചെയ്യും എന്നുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി വചനം 10 അള്ളാഹു മുനാഫിക്കുകളെ പറ്റി ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മനുഷ്യർ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായും 3 വിഭാഗക്കാരാണ്. ഒന്ന്, അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുന്നവർ. അവരെ പറ്റി നേരത്തെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. രണ്ടാമത്തത്, അവർ അവിശ്വാസികളാണ്, അത് പ്രകടിപ്പിക്കുന്നവരുമാണ്. അവരെ പറ്റിയും അള്ളാഹു ഈ അധ്യായത്തിൽ ആരംഭത്തിൽ പരാമർശിക്കുകയുണ്ടായി. അവര് കളവാക്കിയവരാണ്, അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചവരാണ്, അതിനു വേണ്ട പണിയെടുത്തവർ. മൂന്നാമത്തെ വിഭാഗം, നാവ് കൊണ്ട് പ്രത്യക്ഷത്തിൽ വിശ്വാസം പറയുകയും പ്രകടിപ്പിക്കുകയും എന്നാൽ കൽബ് കൊണ്ട് അത് ഒളിച്ചു വെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവരാണ് മുനാഫിക്കുകൾ. അവരെ പറ്റിയാണ്, ഈ കപടന്മാരെ പറ്റിയാണ് ഇനിയുള്ള 2 വചനങ്ങൾ. അതിൽ തന്നെ മുനാഫിക്കുകളുടെ ആദ്യ വചനത്തിൽ 11-ാമത്തെ വചനത്തിൽ മുനാഫിക്കുകളുടെ 3 സ്വഭാവത്തെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ്? ഒന്ന്, വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നവർ നിരന്തരം അങ്ങനെ പറയുന്നതാണ്. എന്തിനാണിത് അവർ നിരന്തരം അങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല തന്നെ. എന്നാൽ അവരുടെ മനസ്സിന് നിരന്തരം ഒരു വല്ലാത്ത അസ്വസ്ഥതയാണുള്ളത്. എപ്പോഴും ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് മറ്റുള്ളവർ ഞങ്ങളെപ്പറ്റി വിചാരിക്കുന്നുവോ സംശയിക്കുന്നുവോ എന്ന അസ്വസ്ഥത. അപ്പം ഈ അസ്വസ്ഥത മാറ്റാൻ നാവ് കൊണ്ടവർ നിരന്തരം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ആമന്നാ ബില്ലാ, ആമന്നാ ബില്ലാ, ഞങ്ങൾ വിശ്വസിച്ചവർ തന്നെയാണ് എന്ന്. ചിലര് അങ്ങനെയാണ്. എന്നെ മറ്റുള്ളവർ സംശയിക്കുന്നുണ്ടോ എന്ന് കരുതി ആ വിഷയത്തിലെ ആ സംശയം മാറ്റാൻ നാവ് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ സാന്നിധ്യത്തിൽ അവർ കേൾക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരോട് ആ വിഷയം ഇങ്ങനെ നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന ഒരു സ്വഭാവം, ഇത് മനുഷ്യനിൽ സദാ ഉണ്ട് എന്നാണ്, സംജാതമാണ് എന്നാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ധീരന്മാരോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട ഒരു ഭീരുവിനെ പോലെ, എന്താണ്, അവര് വിജയിച്ചു കഴിഞ്ഞാൽ വിജയത്തെപ്പറ്റി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഭീരുവും അതിനെപ്പറ്റി ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിരന്തരം അതിൻ്റെ പോരിശ പറയുന്ന കാണാം. എന്തിനാണത്? ധീരന്മാരെ പോലെ യുദ്ധത്തിൽ ഞാനും പോരാടിയിട്ടുണ്ട് എന്ന് അവരെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരോട് ഈ ഭീരുവിനെയും സമപ്പെടുത്തുകയാണ് ആ ഭീരുവിൻ്റെ ഉദ്ദേശമെന്ന്. ഇതുപോലെയാണ് മുനാഫിക്കുകളും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളും നിങ്ങളെപ്പോലെയാണ് എന്ന് ഇങ്ങനെ വരുത്താനുള്ള, അല്ലെങ്കിൽ അവരോട് സമപ്പെടുത്താനുള്ള ഒരു നിരന്തരമായ അവരുടെ
ഒരു പരിശ്രമമാണ് ഈ സംസാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട് ഈ സംഗതി. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങള് വിശ്വസിക്കുന്നവരാണ്, പടച്ചോനിലും അന്ത്യനാളിലും ഒക്കെ ഇവരിങ്ങനെ പറയുന്നതാണ്. അത് ഉള്ളിലില്ല, പക്ഷെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള അവരുടെ ഒരു സാഹസ പ്രകടനം. ഈ മുനാഫിക്കുകളുടെ 2-ാമത്തെ സ്വഭാവമാണ് ഇനി അടുത്ത ആ വചനത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്. അവർ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളെ അള്ളാഹുവിന്റെ ശിക്ഷയായിക്കൊണ്ട് അവരിങ്ങനെ കാണുന്നു എന്നാണ് ആ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. എന്താണത്? ഫഇദാ ഊദിയ ഫില്ലാഹി ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാ എന്ന ഭാഗം. അതായത് റബ്ബിന്റെ മാർഗത്തിൽ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചവന് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നത് സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ്. അതല്ല, അവന്റെ ജീവിതത്തിൽ അത് നിർബന്ധമായി സംഭവിക്കേണ്ടതാണ്. പ്രതിയോഗികളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, അയൽപ്പക്ക ചുറ്റുപാടുകളിൽ നിന്നും, എന്തിനേറെ സ്വന്തം വീടിന്റെ അകത്ത് നിന്ന് പോലും, കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും ശത്രുക്കളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്. ദീനിന് വേണ്ടി ജീവിച്ച ഏതൊരാളുടെ മുൻഗാമികളുടെയൊക്കെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, പ്രവാചകന്മാരടക്കമുള്ള ആളുകളുടെ, സ്വഹാബത്തിന്റെ ഒക്കെ മർദ്ദിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട, ബഹിഷ്കരിക്കപ്പെട്ട, ജീവനും സ്വത്തൊക്കെ അവരുടേത് അപഹരിക്കപ്പെട്ട, ഇതുപോലുള്ള ഒരുപാട് ത്യാഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസി ഇതിനെയെല്ലാം പ്രതീക്ഷയോടെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സുഹൃതങ്ങളായിട്ടാണ് കാണുക. അത് അനിവാര്യമായ പരീക്ഷണങ്ങളാണ്. അതവൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യാനും അവൻ്റെ സ്വർഗമായ പ്രതിഫലത്തേക്ക് നടന്നെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു കപടവിശ്വാസി അവൻ ഇതിനെയെല്ലാം അപമാനത്തോടെ നോക്കിക്കാണുന്നു. ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളെ അള്ളാഹു അവരെ അപമാനിക്കുന്നതായും അള്ളാഹു അവരെ കൈവിട്ടതിൻ്റെ അടയാളമായിട്ടൊക്കെ അവരിങ്ങനെ കരുതുന്നു. മാത്രമല്ല, അവൻ്റെ ആ കപട വിശ്വാസിയുടെ വിചാരം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ എനിക്ക് പിന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും സങ്കടങ്ങളൊന്നും ഉണ്ടായിക്കൂടാ എന്ന നിലക്കാണ് അവൻ്റെ ധാരണ. അങ്ങനെയാണ്. കാരണം ഞാൻ വിശ്വസിച്ചല്ലോ, ഒരല്ലലും അലട്ടലും ഒന്നുമില്ലാതെ, യാതനയും വേദനയും ഇല്ലാതെ ഈ ജീവിതം അതങ്ങനെ സ്വൈര്യപൂർണമായിരിക്കണമെന്ന്, സമാധാനമുള്ളതായിരിക്കണമെന്ന് എന്നാണ് അവൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്. വിശ്വാസിയായിട്ടും റബ്ബിന് ഞങ്ങളെ കാക്കാനും രക്ഷപ്പെടുത്താനും നഷ്ടങ്ങൾ വരുന്നത് തടയാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത്, പിന്നെന്തിനാ റബ്ബിന്റെ ദീനിൽ ഞാൻ നിലകൊള്ളുന്നത് എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് ഇത്തരക്കാരായ ആളുകൾ. യഥാർത്ഥത്തിൽ അവർ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരാണ് എന്നതാണല്ലോ മുനാഫിക്കുകളുടെ വിഷയത്തിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പെട്ടുപോയല്ലോ, കുടുങ്ങിപ്പോയല്ലോ എന്നൊക്കെയുള്ള അവരുടെ ധാരണയാണ്. ആളുകളുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മർദ്ദനങ്ങളെ പോലും ഇത് അള്ളാഹുവിന്റെ കാര്യത്തിൽ നൽകിയ വലിയ ശിക്ഷകളെ പോലെയായിട്ട് അവർക്ക് താങ്ങാനാവാത്തതായിട്ട് അവർക്കത് തോന്നാനും അനുഭവപ്പെടാനുമുള്ള കാരണമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയാം, അള്ളാഹുവിൻ്റെ ശിക്ഷകളെ നമ്മൾ പരലോകത്ത് ആ നിലക്ക് പേടിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഭൗതികമായ കഷ്ടനഷ്ടങ്ങൾ ഇഹലോകത്ത് ഒരു മനുഷ്യന് സഹിക്കേണ്ടതുണ്ട്. രണ്ടാലൊന്ന്, ഒന്നെങ്കിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷകളെ അവന് ആ നിലക്ക് അനുഭവിക്കുക, അതല്ലെങ്കിൽ ഭൗതികമായ കഷ്ടനഷ്ടങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഇഹലോകത്ത് മനുഷ്യൻ സഹിക്കാൻ തയ്യാറാവുക. ഇതിലേതെങ്കിലും ഒന്നും നിർബന്ധമുള്ള കാര്യമാണ്. പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഭാവത്തിലും ആഗ്രഹത്തിലാണുള്ളതെങ്കിൽ ദുനിയാവിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ശത്രുക്കളുടെ ശിക്ഷകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. ഇതൊന്നുമില്ലാതെ സുഖങ്ങളിൽ മാത്രം ഒഴുകി ഭൗതികമായി ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഒരു വേള ഇവിടെയുള്ള ശിക്ഷയിൽ നിന്നും, കഠിനമായ മർദ്ദനങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ നാളെ പരലോകത്ത് അള്ളാഹിന്റെ ശിക്ഷ നാരകീയമായതുണ്ടാവും എന്നുള്ളതാണ്. ഇതിലേത് വേണമെന്ന് ഓരോ മനുഷ്യനും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഭൗതികമായ ശിക്ഷകള്, അത് പരീക്ഷണങ്ങൾ വളരെ ഹ്രസ്വമാണ്, താൽക്കാലികമാണ്, അത് താരതമ്യേന ഏറെ ലഘുവായതുമാണ്. എന്നാൽ പരലോകത്തതാവട്ടെ സ്ഥിരമായ ശിക്ഷയും അസഹനീയമായ വേദനയും ഒക്കെയാണ് അതിനുള്ളത് എന്നുള്ളതാണ്. ഇവിടെ മുനാഫിക്കുകളുടെ കാര്യത്തിൽ അവർ ഇഹലോകത്തെ കഠിനതകളെയാണ് അവർ വെറുക്കുന്നത്. അതുകൊണ്ട് അവർ യുദ്ധത്തിന് പുറപ്പെടാൻ അവർ കഴിയില്ല. അവർ ബഹിഷ്കരണത്തെ അവർ പേടിക്കുന്നു, ഹിജറ പോകുന്നതിൽ അവർ മാറി നിൽക്കുന്നു. ഇങ്ങനെ ചുറ്റും നിന്നുണ്ടാവുന്ന എല്ലാ അനിഷ്ടങ്ങളെയും അവർ പേടിയോടെ നോക്കിക്കാണുന്ന, ഭയത്തോടെ നിൽക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പരലോകത്തെ ശിക്ഷയെ അവർ തെല്ലും ഭയക്കുന്നില്ലതാനും. എന്തൊരു ദൗർഭാഗ്യകരമായ, സങ്കടകരമായ നിലപാടാണ്, എന്തൊരു വിഡ്ഢിത്തമായ നിലപാടാണ് ഈ മുനാഫിക്കുകളുടെ എന്ന്
നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി ഈ വചനത്തിൽ തന്നെ കപട വിശ്വാസികളുടെ മൂന്നാമത്തെ ലക്ഷണം അള്ളാഹു പറയുന്നുണ്ട്. വല ഇൻജ അനശ്റും മിർ റബ്ബിക് ലയഖൂലുന്ന ഇന്നാ കുന്നാ മഅകും എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിൻ്റെ വല്ല സഹായങ്ങളൊക്കെ വന്നാൽ അവരിങ്ങനെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളവരാണ് എന്നിങ്ങനെ വിശ്വാസികളോട് അവരിങ്ങനെ പറയും, അല്ലെങ്കിൽ ആ നിലക്ക് അവരിങ്ങനെ കൂട്ടത്തിലേക്ക് വരും എന്നുള്ളതാണ്. അതായത് ദീനിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കാനോ അതിനുവേണ്ടി ഒരല്പം തണലിൽ നിന്ന് പോലും മാറി നിൽക്കാനോ ഈ മുനാഫിക്കുകൾ തയ്യാറല്ല. അപ്പോൾ പിന്നെ അതിനേക്കാൾ വലിയ കഠിനമായ പ്രയാസങ്ങൾ അവർ സഹിക്കുന്നത് അവരിൽ നിന്ന് ആലോചിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേ മുനാഫിക്കുകൾ ദീനിന് വേണ്ടി ഒന്ന് തണൽ വിട്ട് മാറി നിൽക്കാൻ പോലും തയ്യാറല്ലാത്ത ഈ മുനാഫിക്കുകൾ അള്ളാഹുവിൻ്റെ വല്ല സഹായവും അനുഗ്രഹവും നന്മയൊക്കെ വിശ്വാസികൾക്ക് വന്നു കിട്ടി എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ വന്നു ചേരുമെന്നുള്ള വിവരമൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓഹരി പറ്റാൻ വേണ്ടിയിട്ട് അവർ വിശ്വാസികളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുകയും അവർ ചെയ്യുന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങളും നിങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നവരാണ് എന്നൊക്കെ അറിയിക്കാനുള്ള സംസാരങ്ങളും ഇടപെടലുകളൊക്കെ ആയിട്ട് അവരിങ്ങനെ വരുന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി സഹിക്കാനോ അനുഭവിക്കാനോ ത്യജിക്കാനോ ഒന്നും അവർ തയ്യാറല്ല. എന്നാൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച നന്മ അനുഗ്രഹങ്ങളൊക്കെ വാരിപ്പുണരാൻ അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ട് താനും. ഒരു തരം നിലപാടില്ലാത്തൊരു നിലപാട് ഈ മുനാഫിക്കുകളുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ഖുർആനോട് വിശദീകരിക്കുന്നത്, ഒരു അഴകുഴമ്പൻ നിലപാട് എന്നുള്ളതാണ്. അള്ളാഹ് സൂചിപ്പിക്കുന്നുണ്ട് 4-ാം അധ്യായത്തിന്റെ 143-ാമത്തെ വചനത്തിൽ മുദബ്ദബീന ബൈന ദാലിക, രണ്ടിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു ആടിക്കുഴഞ്ഞിട്ടുള്ളൊരു മട്ടം. ലാ ഇലാഹ ഉലായി, അവർ ഈ കൂട്ടത്തിലേക്ക് ഉണ്ടാവില്ല, ഇന്ന വിഭാഗത്തേക്കും ചേരൂല, വല ഇലാഹ ഉല അവിടേക്കും പൂർണ്ണമായിട്ട് ചേരൂല. രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ അവിശ്വാസിയാണ് ചോദിച്ചാൽ അവിശ്വാസിയല്ല, വിശ്വാസിയാണ് ചോദിച്ചാൽ വിശ്വാസിയല്ല. രണ്ടിന്റെ ഇടയിൽ അവർ ആഖിറത്തും ദുനിയാവും ഇങ്ങനെ പരലോകമൊക്കെ കൂട്ടിക്കിഴിച്ചിട്ട് അവരിങ്ങനെ നന്മ പറ്റാൻ മാത്രം നിൽക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. ഇനി ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അവരുടെ കാപട്യത്തെ അള്ളാഹു ഇങ്ങനെ നേരിടുക തന്നെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ്. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹുവിന് അറിയുന്നില്ലേ? അതാണ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നത് എന്നുള്ളതാണ്. അവലൈസല്ലാഹു ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ എന്നുള്ള ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ ഒളിപ്പിച്ചു വെച്ച സത്യനിഷേധം മനസ്സിൽ തരുമ്പോൾ പോലും വിശ്വാസമില്ലാത്ത നാവ് കൊണ്ടുള്ള ഈ പറച്ചിലുണ്ടല്ലോ, ഈ ഭൗതികമായി കിട്ടുന്നതൊക്കെ ഞങ്ങൾക്കും വേണമെന്ന വ്യാമോഹം, മതത്തിന് വേണ്ടി സഹിക്കാനോ ത്യജിക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള അവിടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ധാർഷ്ട്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിലപാടുകളിലുള്ളവരാണ് ഈ മുനാഫിക്കുകൾ. ഇതെല്ലാം റബ്ബ്, അത് ഏതൊരാളുടേതും റബ്ബ് അറിയുന്നുണ്ട്, വിശിഷ്യ മുനാഫിക്കുകളുടേതും അള്ളാഹു അറിയാതെ പോകുന്നില്ല എന്നുള്ള ഒരു സ്വരമാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ധ്വനിയാണ് ഈ വചനത്തിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല അടുത്ത വചനം 11-ാമത്തെ വചനം അള്ളാഹു ഈ കാര്യത്തെ ഒന്നുകൂടെ ആവർത്തിച്ച് ബലപ്പെടുത്തി സംസാരിക്കുന്ന ഒരു രീതിയുള്ളത്. വലയഅലമന്നല്ലാഹുല്ലദീന ആമനു വലയഅലമന്നൽ മുനാഫിഖീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഈമാനുള്ളവരെന്നും ആരാണ് നിഷ്കളങ്കമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെന്നും അതല്ല കപടന്മാർ ആരാണെന്നും അള്ളാഹു ശരിക്കും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ഒരു കനത്ത സ്വരത്തിലുള്ള ഒരു താക്കീത് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അവൻ അറിയുന്നില്ല എന്ന ധാരണ നിങ്ങൾ വെക്കേണ്ടതില്ല എന്ന ഒരു താക്കീത് അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ആരാണ് വിശ്വാസികൾ എന്നും നാവ് കൊണ്ട് പറഞ്ഞതിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് അതുപോലെ ആത്മാർത്ഥമായി സത്യപ്പെടുത്തുന്നവർ ആരാണെന്നുള്ളത് തുടക്കത്തിൽ അള്ളാഹുവിനെ അറിയാമെന്നുള്ള സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വ്യാജനായി നിലകൊള്ളുന്നവനെന്നും ആ ദീനിനെ പൊളിക്കാനുള്ള പണിയെടുക്കുന്നവൻ എന്നും അള്ളാഹുവിനെ അറിയാം എന്ന് സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ കൂടെ പറയാൻ ഉള്ളിലൊന്ന് ഒളിപ്പിച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് പ്രകടമാക്കുന്ന ഈ മുനാഫിക്കുകളെയും അള്ളാഹുവിനെ നന്നായിട്ട് അറിയാമെന്ന് ഈ വചനം കൊണ്ട്, ഈ 11-ാമത്തെ വചനം കൊണ്ട് അള്ളാഹു ഒന്നും കൂടെ തറപ്പിച്ച് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി വിഷയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ചർച്ച കൂടെ ഉള്ളത്, ഈ വചനങ്ങൾ മദീനയിൽ ഇറങ്ങിയതാണ്. അതായത് 1 മുതൽ 11 വരെ മദീനയിൽ ഇറങ്ങിയിട്ടുള്ള മുനാഫിക്കുകൾ, അതായത് അവിടുത്തെ മുനാഫിക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞ വചനങ്ങളാണ്. ഇന്ന് തഫ്സീറുകളിൽ ഒരു അഭിപ്രായമുണ്ട്. കാരണം അവിടെയാണല്ലോ സംഘമായി ഗ്രൂപ്പായിട്ട് നിന്ന് കപടന്മാർ ദീനിനെതിരെ നിലകൊണ്ടതും പ്രവർത്തിച്ചതും കൂടെ നീക്കങ്ങൾ നടത്തിയതും എന്തെങ്കിലുമൊക്കെ നന്മ പറ്റാൻ ഓഹരി പറ്റാനൊക്കെ ഓടി വന്നതൊക്കെ. എന്നാൽ ഇത് മക്കയിൽ തന്നെ അവതീർണമായതാണ് എന്നൊരു അഭിപ്രായം തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അതായത് ഒറ്റക്കൊറ്റക്ക് കാപട്യത്തോടെ ഒരു കപടനായി നിലകൊണ്ട പലരും മക്കയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പുറമെ ദീനിനോട് കൂറുള്ളവരായി നിന്ന് ഉള്ളിൽ അതിനെ വ്രണപ്പെടുത്തുന്ന നീക്കങ്ങൾക്ക് താല്പര്യത്തോടെ നിലകൊണ്ട ചില ആളുകളൊക്കെ മക്കത്തും ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട ആളുകൾ എന്ന നിലക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അവരാണ് മക്കയിലെ മുനാഫിക്കുകൾ. അപ്പം ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താവാം ഇത്
എന്നുള്ള ധാരണയിൽ ഇത് മക്കയിൽ തന്നെ ഇറങ്ങി എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒന്നുകൂടെ ചേർത്ത് വെക്കാനുള്ളത്, ഈ മക്കയിൽ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നുള്ളതാണ്. അവരെ മുനാഫിക്കുകൾ എന്ന് പറയാമെന്നുള്ളതാണ്. ഏതർത്ഥത്തിൽ? അവർ ഇസ്ലാം ദീനിനോട് ഉള്ളുകൊണ്ട് വല്ലാത്ത ഇഷ്ടവും അത് സത്യമാണെന്നുള്ള ബോധവും അത് പുൽകണമെന്നുള്ള ആഗ്രഹമൊക്കെയുള്ള ആളുകൾ, ഇങ്ങനെ കഴിഞ്ഞുകൂടിയ ആളുകൾ മക്കത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ചുറ്റുപാടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിലെ പ്രമാണിമാരിൽ നിന്നുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന തീക്ഷ്ണമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകൾ, വേർപാടുകൾ, തിരസ്കാരങ്ങൾ, ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു കാരണത്താൽ ഭയന്നിട്ട് ദീനിലേക്ക് വരാതെ മാറി നിന്ന ആളുകളുണ്ടായിരുന്നതാണ്. ഇതും ഒരർത്ഥത്തിൽ കാപട്യം തന്നെയാണല്ലോ. അതായത് ഉള്ളിൽ ഒന്ന് മറച്ചു വെച്ച് പുറമെ മറ്റൊരു നിലക്ക് പെരുമാറുക, നിലപാടെടുക്കുക എന്നുള്ളതാണല്ലോ കാപട്യം, ഒരു നിഫാക്ക്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഇത് മക്കത്തുള്ള കപടന്മാര്, മുനാഫിക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനം അവിടെ മക്കയിൽ അവതരണമായതാണ് എന്നുള്ളൊരു ചർച്ചയൊക്കെ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും കാര്യങ്ങളെ മനസ്സിലാക്കാനും ഹക്കിനെ ബോധ്യപ്പെടാനും അള്ളാഹുവിൻ്റെ ദീനിനെതിരെയുള്ള നീക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഒക്കെ പ്രചോദനമാകുന്ന വചനങ്ങളാണത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.